കാൽ നൂറ്റാണ്ടിന് ശേഷം കെപിസിസിയിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്താൻ ഹൈക്കമാൻഡ് തീരുമാനം. ഇതിനു മുൻപായി പാർട്ടി പുനഃസംഘടന നടത്തും. പുനഃസംഘടന നടക്കുന്ന 3 മാസത്തേക്കും കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് VM സുധീരൻ തന്നെ തുടരും. ഉമ്മൻചാണ്ടി, VM സുധീരൻ, രമേശ് ചെന്നിത്തല എന്നിവരുമായി രാഹുൽ ഗാന്ധി നടത്തിയ അടിയന്തര യോഗത്തിലാണ് തീരുമാനം. അതേസമയം KM മാണി വിഷയത്തിൽ ഇപ്പോൾ നേരിട്ട് ഇടപെടില്ലെന്ന് ഹൈക്കമാൻഡ് വ്യക്തമാക്കി. സംസ്ഥാന നേതാക്കൾ തന്നെ പ്രശ്നം പരിഹരിക്കാനാണ് നിർദ്ദേശം. 1991 ശേഷം ആദ്യമായി കെപിസിസിയിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്താനാണ് ഹൈക്കമാൻഡ് തീരുമാനം. എന്നാൽ ഇതിനു മുൻപായി 3 മാസത്തിനകം പാർട്ടി പുനഃസംഘടന നടത്തും. ഈ പുനഃസംഘടനാ വേളയിലും അധ്യക്ഷ സ്ഥാനത്ത് VM സുധീരൻ തന്നെ തുടരും. ഇതിനുശേഷം 9 മാസത്തിനകം സംഘടനാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കാനാണ് രാഹുൽ ഗാന്ധി നിർദ്ദേശിച്ചത്. VM സുധീരൻ, ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല എന്നിവർ രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ നടത്തിയ 3 മണിക്കൂർ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് തീരുമാനം. Reorganization will be at various levels. But KPCC President, the decision what you have just asked me about, KPCC President will be there. മറ്റെല്ലാ സംഘടനാ ഭാരവാഹികളെ 3 മാസത്തിനകം മാറ്റും. കോൺഗ്രസ് സംഘടനാ പ്രശ്നങ്ങൾ UDFനെ പ്രതികൂലമായി ബാധിച്ചുവെന്നും ചർച്ചയിൽ വിലയിരുത്തി. എന്നാൽ KM മാണിയുടെ കടുത്ത നിലപാടുകളിൽ സംസ്ഥാന നേതാക്കൾ തന്നെ ഇടപെട്ട് മയപ്പെടുത്താനും രാഹുൽ ഗാന്ധി നിർദ്ദേശിച്ചു. KM മാണി വിഷയത്തിൽ ഇപ്പോൾ ഹൈക്കമാൻഡ് അടിയന്തര ഇടപെടൽ നേരിട്ട് നടത്തേണ്ടെന്നാണ് തീരുമാനം. സംഘടനാ തെരഞ്ഞെടുപ്പെന്ന AI ഗ്രൂപ്പുകളുടെ ആവശ്യം ഹൈക്കമാൻഡ് അംഗീകരിച്ചപ്പോഴും സുധീരനെ നിലനിർത്തിയുള്ള പുനഃസംഘടനയാണ് ഹൈക്കമാൻഡ് മുന്നോട്ട് വച്ചത്. ഇത് സംഘടനാ തെരഞ്ഞെടുപ്പിന് മുമ്പായി സുധീരന് പാർട്ടിയിൽ പിന്തുണയുറപ്പിക്കാൻ വഴിയൊരുക്കും. കാൽ നൂറ്റാണ്ടിന് ശേഷം സംഘടനാ തെരഞ്ഞെടുപ്പെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് വാദിക്കുമ്പോഴും പുനഃസംഘടനയ്ക്ക് ശേഷം ഇത് എത്രത്തോളം പ്രായോഗികമാകുമെന്നത് കണ്ടറിയേണ്ടതാണ്. ചിലരെ സംരക്ഷിച്ചും മറ്റു ചിലരെ ഒഴിവാക്കിയുമുള്ള ഹൈക്കമാൻഡ് നീക്കം ഒടുവിൽ വ്യക്തമായിരിക്കുന്നു. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. തന്നെ കടന്നുപിടിച്ചത് ഗവൺമെന്റ് പ്ലീഡർ ധനേഷ് മാത്യു മാഞ്ഞൂരാൻ തന്നെയാണെന്ന് പരാതിക്കാരിയായ യുവതിയുടെ വെളിപ്പെടുത്തൽ. തെറ്റ് ചെയ്തയാളെ സംരക്ഷിക്കാൻ ഒരു വിഭാഗം അഭിഭാഷകർ ശ്രമിക്കുന്നു. ധനേഷ് മാഞ്ഞൂരാന്റെ അച്ഛനും അമ്മയും ഭാര്യയും തന്നെ വന്ന് കണ്ടിരുന്നു. പരാതി പിൻവലിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. തനിക്ക് നീതി കിട്ടുമെന്ന് ഉറപ്പുണ്ടെന്നും യുവതി പീപ്പിൾ TVയോട് പറഞ്ഞു. നടന്നു വരുമ്പോൾ അവിടെ സെമിത്തേരി കഴിഞ്ഞിട്ട് സെൻട്രൽ കോളേജിൻ്റെ അങ്ങോട്ട് നടക്കുമ്പോൾ അവിടെ എത്തിയപ്പോൾ ഒരു കാർ എടുക്കുന്നുണ്ട്. ഒരാൾ അവിടെ കൂടി നടന്നു വരുന്നുണ്ട്. അപ്പോൾ അയാൾ നടന്ന് പോകാൻ വേണ്ടി ഞാൻ സൈഡിലോട്ട് ഇങ്ങനെ ഒതുങ്ങിയിരുന്നു. പോയ പോക്കിന് അയാൾ എൻ്റെ മേത്ത് കയറി പിടിച്ചു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. എന്നിട്ട് കൈ തട്ടി മാറ്റി തിരിഞ്ഞു നോക്കുമ്പോൾ അയാൾ കൂളായിട്ട് നടക്കുന്നു. ധനേഷ് മാത്യു തന്നെയാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. മാമിനോട് ചോദിച്ചു ഉറപ്പുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഉറപ്പുണ്ട്, ഇയാൾ തന്നെയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. സംഭവത്തിന് പിറ്റേന്നാൾ രാവിലെ ധനേഷ് മാത്യു മാഞ്ഞൂരാന്റെ പിതാവടക്കമുള്ളവർ തന്നെ വന്ന് കണ്ടു. ജാമ്യം ലഭിക്കാൻ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടുവെന്നും പരാതിക്കാരിയായ വീട്ടമ്മ പറഞ്ഞു. അപ്പോൾ ഇവർ എഴുതിക്കൊണ്ട് വന്നേക്കുന്നതാ, ഒന്ന് സൈൻ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ എഴുതിയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ആളെ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ജാമ്യം കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ആളെ തിരിച്ചറിയാൻ അറിഞ്ഞതല്ലേ, പിന്നെ അങ്ങനെ പറയാൻ പറ്റില്ല, ഒപ്പിട്ട് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയല്ല, ഇരുട്ടാതിന് തിരിച്ചറിയാൻ പറ്റിയില്ല. പിന്നെ അപ്പോൾ അയാളുടെ ഫാദർ പറഞ്ഞു കോടതി ചെല്ലുമ്പോൾ ഇയാൾ തന്നെയാണെന്ന് പറഞ്ഞു. കോടതിയിൽ അല്ലെങ്കിൽ കേസ് വരും, ഇതോടെ കേസ് തീരില്ല, ഇപ്പം ജാമ്യം കിട്ടാൻ വേണ്ടിയാണ്. കോടതിയിൽ കേസ് വരുമ്പോൾ ഇവനാണെന്ന് പറഞ്ഞു. എൻ്റെ മോൻ തെറ്റിയത് അവന് ശിക്ഷ അനുഭവിക്കണം. അങ്ങനെയാണെങ്കിൽ ഉറപ്പുണ്ടെങ്കിൽ അവിടെ ചെന്ന് പറഞ്ഞു തൽക്കാലം മോൾ ഇതിനകത്ത് ഒപ്പിട്ട് തന്നെ. അഭിഭാഷകരും മാധ്യമപ്രവർത്തകരും തമ്മിലുള്ള പ്രശ്നം രൂക്ഷമാവാതിരിക്കാൻ വേണ്ടിയാണ് ഇത്ര നാളും മിണ്ടാതിരുന്നത്. പക്ഷേ തനിക്കെതിരെ ചില അഭിഭാഷകർ അപവാദ പ്രചരണം നടത്തുകയായിരുന്നു. എൻ്റെ ഒരു ദയ കൊണ്ട് രക്ഷപ്പെട്ടു പോകാൻ ഞാൻ രക്ഷപ്പെട്ടു പോയിക്കോട്ടെ എന്നോർത്ത് വെറുതെ വിട്ട ഒരാൾ. അവർക്ക് തമാശ പറയാനും സമയം കളയാനും വേണ്ടി ഉപയോഗിക്കാനുള്ള ഒരാളല്ല ഞാൻ. അപവാദം പറഞ്ഞും ചിരിച്ചും രസിക്കാനുള്ള ആളല്ല ഞാൻ. പരാതിയിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും നീതി ലഭിക്കും വരെ കേസുമായി മുന്നോട്ടു പോകുമെന്നും വീട്ടമ്മ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ദളിതരുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന് ഒരുങ്ങി ഗുജറാത്തിലെ ദളിത് സംഘടനകൾ. സ്വാതന്ത്ര്യ ദിനമായ ഓഗസ്റ്റ് 15-നാണ് ഗുജറാത്തിലെ ദളിതർ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുക. ദളിത് യുവാക്കളെ നഗ്നരാക്കി മർദ്ദിച്ച ഉനയിലാണ് സ്വാതന്ത്ര്യ പ്രഖ്യാപന പരിപാടി നടക്കുക. BJP സർക്കാരിന് കീഴിൽ മുമ്പെങ്കുമില്ലാത്ത വിധമാണ് ദളിതർക്കു നേരെ ആക്രമണങ്ങൾ രാജ്യമെങ്ങും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഉനയിൽ ദളിത് യുവാക്കളെ നഗ്നരാക്കി മർദ്ദിച്ചതാണ് ഇതിൽ ഏറ്റവും ഒടുവിലത്തേത്. ദളിതാക്രമണങ്ങളിൽ പ്രതിഷേധിച്ചും സ്വാഭിമാനം ഉയർത്തിപ്പിടിച്ചും തങ്ങളുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്താനാണ് ഗുജറാത്തിലെ ദളിത് സംഘടനകൾ തീരുമാനിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 15-ന് ഉനയിൽ ഒത്തുചേർന്ന് തങ്ങൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുമെന്ന് അഹമ്മദാബാദിൽ ചേർന്ന മഹാസമ്മേളനത്തിൽ ദളിത് നേതാക്കൾ അറിയിച്ചു. അടുത്ത വർഷം നടക്കുന്ന ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും സമ്മേളനം സർക്കാരിന് മുന്നറിയിപ്പ് നൽകി. അഹമ്മദാബാദിൽ നിന്ന് ഓഗസ്റ്റ് 5-ന് ആരംഭിക്കുന്ന പ്രതിഷേധ മാർച്ച് ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനത്തിൽ ഉനയിൽ സമാപിക്കും.
അവിടെ ഒത്തുകൂടി ദളിത് സ്വാഭിമാനം ഉയർത്തിപ്പിടിക്കാനും സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാനുമാണ് ദളിത് സംഘടനകളുടെ തീരുമാനം. ഉന ദളിത് അത്യാചാർ ലാഡത് സമിതി സംഘടിപ്പിച്ച മഹാസമ്മേളനമാണ് തീരുമാനമെടുത്തത്. ഉനയിൽ മർദ്ദനമേറ്റവരുടെയും മറ്റാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെയും കുടുംബാംഗങ്ങൾ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. ആളിപ്പടരുന്ന ദളിത് പ്രക്ഷോഭം ഗുജറാത്തിലെ BJP നേതൃത്വത്തെ ഭയപ്പാടിലാക്കിയിരിക്കുകയാണ്. നൂറ്റാണ്ടുകൾ നീണ്ട അടിമത്തത്തിനെതിരെയുള്ള ദളിത് ഉയർത്തെഴുന്നേൽപ്പായാണ് ദളിത് സമരങ്ങൾ വിലയിരുത്തപ്പെടുന്നത്. ഉനയിലെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ദളിത് മുന്നേറ്റങ്ങൾക്ക് പുതിയ മാനം നൽകുമെന്നുറപ്പാണ്. നാഷണൽ ഡെസ്ക്. ക്രിസ്ത്യൻ പള്ളികൾ തകർത്ത് ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുമെന്ന് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഭീഷണി. ബൊക്കോഹറാം പുതിയ തലവനായ അബു മുസാഫ് അൽ ബർനാവിയാണ് ഒരു അഭിമുഖത്തിൽ ക്രിസ്തുമത വിശ്വാസികൾക്കെതിരെ ഭീഷണി മുഴക്കിയത്. മുസ്ലിമുകൾ കൊല്ലപ്പെടുന്നത് ഒഴിവാക്കി ക്രിസ്ത്യാനികളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ ശക്തിപ്പെടുത്താനാണ് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ശ്രമം. നൈജീരിയയിലെ ബൊക്കോഹറാമിന് ലഭിച്ച പുതിയ തലവൻ അബു മുസാബ് അൽ ബർനാവിയുടേതാണ് ക്രിസ്തുമത വിശ്വാസികൾക്കെതിരെയുള്ള ഭീഷണി. ക്രിസ്ത്യൻ പള്ളികൾ തകർത്ത് ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുമെന്നാണ് ഭീഷണി. മുസ്ലിം പള്ളികൾ തകർക്കുന്നതും മുസ്ലിങ്ങളുടെ ചെറു വ്യാപാര സ്ഥാപനങ്ങൾ തകർക്കുന്നതും നിർത്തിവെച്ച് ക്രിസ്ത്യാനികളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ ശക്തിപ്പെടുത്താനാണ് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ശ്രമം. യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ ശക്തിപ്പെടുത്തിയതിന് പിന്നാലെയാണ് ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള പരസ്യമായ യുദ്ധപ്രഖ്യാപനം. മേഖലയെ ക്രിസ്ത്യൻവൽക്കരിക്കാൻ ശ്രമം നടക്കുന്നുവെന്നും ക്രിസ്ത്യൻ സംഘടനകൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ മറവിൽ അതിനുള്ള പ്രവർത്തനം നടത്തുന്നുവെന്നും ഇസ്ലാമിക് സ്റ്റേറ്റ് ആരോപിക്കുന്നു. ആഭ്യന്തര യുദ്ധങ്ങളിൽപ്പെട്ട് അഭയാർത്ഥികളായി മാറിയ തദ്ദേശീയരെ ക്രിസ്ത്യൻ സംഘടനകൾ ഭക്ഷണവും താമസ സൗകര്യവും നൽകി തങ്ങളോട് അനുഭാവമുള്ളവരാക്കുന്നു. പിന്നീട് അവരെ മതം മാറ്റുന്നുവെന്നും IS ആരോപിക്കുന്നു. ISന്റെ പത്രമായ അൽ നബയിൽ പ്രസിദ്ധീകരിച്ച അഭിമുഖത്തിലൂടെയാണ് ബൊക്കോഹറാമിന് പുതിയ തലവനെ ലഭിച്ച വിവരം ലോകമറിയുന്നത്. പടിഞ്ഞാറൻ ആഫ്രിക്കയുടെ ഇസ്ലാമിക് സ്റ്റേറ്റ് സ്വാധീന മേഖലകൾ ഇനി അബു മുസാബ് അൽ ബർനാവിയുടെ കീഴിലായിരിക്കും. മുൻ തലവൻ അബൂബക്കർ ഷെക്കാവിനു പകരമായിട്ടാണ് അൽ മുസാബ് അൽ ബർനാവി ബൊക്കോഹറാം തലവനായത്. നിലവിൽ അബൂബക്കർ ഷെക്കാവുവിന് ഇനി എന്ത് ചുമതലയായിരിക്കുമെന്ന കാര്യം IS വെളിപ്പെടുത്തിയിട്ടില്ല. പുതിയ തലവനെത്തിയതോടെ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ നൈജീരിയയിലെ പ്രവർത്തനങ്ങളിൽ കാര്യമായ മാറ്റമുണ്ടാകുമെന്നാണ് അഭിമുഖം വ്യക്തമാക്കുന്നത്. നേരത്തെ മുസ്ലിം പള്ളികളും മുസ്ലിം മതവിശ്വാസികളുമാണ് കൂടുതലായി ആക്രമിക്കപ്പെട്ടിരുന്നത്. അതിൽ നിന്നു മാറി ആക്രമണങ്ങൾ ക്രിസ്ത്യൻ മതവിശ്വാസികളുടെ നേർക്ക് തിരിയാൻ പോകുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് പുതിയ തലവന്റെ വാക്കുകൾ മുന്നോട്ട് വയ്ക്കുന്നത്. അബൂബക്കർ ഷെക്കാവുവിന്റെ കാലത്ത് 20,000-ഓളം പേരാണ് കൊല്ലപ്പെട്ടിരുന്നത്. 2.2 മില്യൺ ആളുകൾക്ക് നാടുവിട്ട് പലായനം ചെയ്യേണ്ടിയും വന്നു. കഴിഞ്ഞയാഴ്ച ഒരു മനുഷ്യാവകാശ പ്രവർത്തകനും ഐക്യരാഷ്ട്രസഭാ ദൂതനുമടക്കം നിരവധി പേർ ബൊക്കോഹറാം ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. പുതിയ തലവന്റെ കീഴിലും അപകടകരമായ സ്ഥിതിയിലേക്കാണ് നൈജീരിയ ഉൾപ്പെടുന്ന ആഫ്രിക്കൻ മേഖല പോകുന്നതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്. ട്രാൻസ്വാൾ ഡെയ്സി എന്നറിയപ്പെടുന്ന ജർബറ ലോകവിപണിയിൽ ഏറെ പ്രചാരമുള്ള ഒന്നാണ്. വൈവിധ്യമാർന്ന നിറങ്ങളിൽ പൂക്കളുള്ള ധാരാളം ഇനങ്ങളുണ്ട് ജർബറയ്ക്ക്. മികച്ച രീതിയിൽ ആദായം ലഭിക്കുന്ന ജർബറ കൃഷിക്ക് ഇന്ന് പ്രചാരം ഏറെയാണ്. ദളങ്ങളുടെ വിന്യാസം അനുസരിച്ച് സിംഗിൾ, ഡബിൾ, സെമി ഡബിൾ എന്നീ 3 വിഭാഗങ്ങളായി ജർബർ തരം തിരിച്ചിരിക്കുന്നു. ചിലവ് കുറഞ്ഞ സംരക്ഷിത കൃഷിരീതിയാണ് ഇതിനനുയോജ്യം. 50% തണൽ വലകളാണ് ഏറെ ഉത്തമം. നല്ല നീർവാഴ്ചയുള്ളതും നേരിയ ക്ഷാരഗുണമുള്ളതും ജൈവാംശം ധാരാളമുള്ളതുമായ മണ്ണാണ് കൃഷിക്ക് അനുയോജ്യം. സാധാരണയായി തടങ്ങളിലാണ് ജർബറ കൃഷി ചെയ്യുന്നത്. ഇതിനായി 25 മുതൽ 30 സെന്റിമീറ്റർ ഉയരവും 1 മീറ്റർ വീതിയും ആവശ്യാനുസരണം നീളമുള്ള തടങ്ങൾ എടുക്കുക. തടങ്ങൾ തമ്മിൽ 30 സെന്റിമീറ്റർ എങ്കിലും അകലം ഉണ്ടായിരിക്കണം. ചാണകപ്പൊടി, മണൽ, ചകിരിച്ചോറ് എന്നിവ കൊണ്ടുണ്ടാക്കിയ മിശ്രിതം തടങ്ങളിൽ ചേർത്ത് കൊടുക്കേണ്ടതാണ്. തടങ്ങളിൽ 2 വരി ചെടികൾ നടാവുന്നതാണ്. ചെടികൾ തമ്മിൽ 25 മുതൽ 30 സെന്റിമീറ്റർ അകലവും വരികൾ തമ്മിൽ 30 മുതൽ 40 സെന്റിമീറ്റർ അകലവും ഉണ്ടായിരിക്കണം. ബോറോൺ, കാൽസ്യം, മഗ്നീഷ്യം, കോപ്പർ തുടങ്ങിയ സൂക്ഷ്മ മൂലകങ്ങൾ 1.5 മില്ലി 1 ലിറ്റർ വെള്ളത്തിന് എന്ന തോതിൽ ഇലകളിൽ തളിച്ചു കൊടുക്കുന്നത് നല്ല പൂക്കൾ ഉണ്ടാക്കാൻ സഹായകമാണ്. വിവിധ ഇനം പിണ്ണാക്കുകൾ വെള്ളത്തിലിട്ട് പുളിപ്പിച്ച ദ്രാവകം നേർപ്പിച്ച് തടത്തിലൊഴിച്ചു കൊടുക്കുന്നതും നല്ലതാണ്. ഡ്രിപ്പ് നനയാണ് ജർബറയ്ക്ക് ഏറ്റവും ഉത്തമം. 3 മാസത്തിനുള്ളിൽ ജർബറ പൂക്കാൻ തുടങ്ങും. പുറമേയുള്ള 2-3 വരി ദളങ്ങൾ പൂത്തണ്ടിന് ലംബമായി വരുമ്പോൾ പൂക്കൾ പറിച്ചെടുക്കാവുന്നതാണ്. വെള്ളീച്ചകൾ, ട്രിപ്പുകൾ, ചിത്രകീടം എന്നിവയാണ് ജർബറയെ നശിപ്പിക്കുന്ന പ്രധാന കീടങ്ങൾ. ഇവയുടെ ആക്രമണം തടയാനായി ഇമിഡാക്ലോപ്രീസ് എന്ന കീടനാശിനി ഇലകളിൽ തളിച്ചു കൊടുക്കാവുന്നതാണ്.
ചിത്രകീടത്തിന്റെ ആക്രമണത്തിനെതിരെ വേപ്പടങ്ങിയ ഏതെങ്കിലും കീടനാശിനി 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിച്ചു കൊടുക്കണം. ന്യൂസ് ഡെസ്ക്. CPI സംസ്ഥാന കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ MN സ്മാരകത്തിൽ ജൈവകൃഷി ആരംഭിച്ചു. പാർട്ടി ഓഫീസിന്റെ മുറ്റത്തും ടെറസിലുമായാണ് കൃഷി. സ്ഥലസൗകര്യമുള്ള CPIയുടെ മറ്റ് ഓഫീസുകളിലേക്കും ജൈവകൃഷി വ്യാപിപ്പിക്കുമെന്ന് പദ്ധതി ഉദ്ഘാടനം ചെയ്ത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു. വിപ്ലവ ചിന്തകൾ കൊണ്ട് ഫലഭൂയിഷ്ടമായ മണ്ണിൽ പാർട്ടി സെക്രട്ടറി വിത്തറിഞ്ഞതോടെ CPIയുടെ ജൈവ പച്ചക്കറി കൃഷിക്ക് ഔപചാരിക തുടക്കം കുറിച്ചു. മുൻ പാർട്ടി സെക്രട്ടറി MN ഗോവിന്ദൻ നായരുടെ പേരിലുള്ള ആസ്ഥാന മന്ദിരത്തിലെ മട്ടുപ്പാവിലും മുറ്റത്തും വളരുന്ന വെണ്ടയും പാവലുമെല്ലാം ദാസ് ക്യാപിറ്റലും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും കേട്ടു പഠിക്കും. പാർട്ടി സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ തന്നെ മുൻകൈയെടുത്താണ് ആസ്ഥാന മന്ദിരത്തിൽ ജൈവ പച്ചക്കറി കൃഷിക്ക് തുടക്കം കുറിച്ചത്. കേരളത്തിൻ്റെ നഷ്ടമായ കാർഷിക സംസ്കൃതി വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പരിശ്രമമാണ് LDF ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സൗകര്യമുള്ള എല്ലാ ഓഫീസുകളിലും പാർട്ടി ഓഫീസുമായി ബന്ധപ്പെട്ട് എല്ലാ സ്ഥലങ്ങളിലും ഈ കൃഷി പ്രോത്സാഹിപ്പിക്കാനുള്ള നടപടിയുമായി മുന്നോട്ട് പോകും എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. CPIയുടെ മറ്റ് പാർട്ടി ഓഫീസുകളിലേക്കും ജൈവകൃഷി വ്യാപിപ്പിക്കാനാണ് സംസ്ഥാന സെക്രട്ടറിയുടെ തീരുമാനം. വിപ്ലവ മണ്ണിൽ 100 മേനി വിളവെടുപ്പാണ് പാർട്ടി സെക്രട്ടറിയുടെ ലക്ഷ്യം. എല്ലാത്തിനും പിന്തുണയുമായി പാർട്ടിയുടെ സ്വന്തം കൃഷിമന്ത്രി VS സുനിൽകുമാർ തന്നെ കൂടെയുള്ളപ്പോൾ മട്ടുപ്പാവ് കൃഷി 100 മേനി കൊയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. പാർട്ടി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ പന്ന്യൻ രവീന്ദ്രൻ, ഡെപ്യൂട്ടി മേയർ രാഖി രവികുമാർ എന്നിവർ പങ്കെടുത്തു. ക്യാമറമാൻ നജീബിനൊപ്പം S ജീവൻകുമാർ, തിരുവനന്തപുരം. സൂട്ട് കേസുകൾ തള്ളിക്കൊണ്ട് നടക്കാൻ ഇഷ്ടമുള്ളവരായി ആരും ഉണ്ടാവില്ല. ഈ പ്രശ്നത്തിന് പരിഹാരമായാണ് കോവറോബോട്ട് R1 സ്യൂട്ട് കേസുകൾ. ഈ സ്യൂട്ട് കേസ് നിങ്ങൾ തള്ളിക്കൊണ്ടു പോകണ്ട, കോവറോബോട്ട് നിങ്ങളുടെ പിന്നാലെ എത്തും. യാത്രകളിൽ നമ്മെ എന്നും അലട്ടുന്ന പ്രശ്നമാണ് ഭാരമുള്ള സ്യൂട്ട് കേസുകൾ. സ്യൂട്ട് കേസുകൾ തള്ളിക്കൊണ്ട് നടക്കാൻ ഇഷ്ടമുള്ളവർ ആരും തന്നെ കാണില്ല. ഭാരമുള്ള പെട്ടിയും വലിച്ചു നടക്കുമ്പോൾ ചിലരെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടാകും, ഈ പെട്ടിക്ക് തനിയെ നടന്നു വരാൻ കഴിഞ്ഞിരുന്നുവെങ്കിലെന്ന്. ആ ആഗ്രഹം സഫലമാക്കുകയാണ് കോവറോബോട്ട് R1. ഈ സൂട്ട് കേസ് നിങ്ങളുടെ പിന്നാലെ വരും. നിങ്ങൾ തള്ളുകയോ ഉരുട്ടുകയോ ഒന്നും വേണ്ട. യാത്രക്കാരന് പിന്നാലെ പോകുന്ന സൂട്ട് കേസ് നിർമ്മിച്ച് യാത്രക്കാരുടെ ബുദ്ധിമുട്ടിന് പരിഹാരമുണ്ടാക്കിയിരിക്കുകയാണ് ചൈന. സ്വന്തമായി ഡ്രൈവ് ചെയ്ത് വഴിയിലുള്ള തടസ്സങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് യാത്രക്കാരന് പുറകെ പോകും കോവറോബോട്ട് R1. യാത്രക്കാരന്റെ കയ്യിൽ കെട്ടിയിരിക്കുന്ന ബ്രേസ്ലെറ്റും ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷനുമാണ് സ്യൂട്ട് കേസിനെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കൈയകലത്തിൽ ഈ സ്യൂട്ട് കേസ് സഞ്ചരിക്കും. നിങ്ങളുടെ പ്രിയപ്പെട്ട പട്ടിക്കുട്ടിയെ പോലെ മണിക്കൂറിൽ 4.5 മൈൽ ദൂരം വരെ സഞ്ചരിക്കാനാകും ഈ സ്മാർട്ട് പെട്ടിക്ക്. സ്യൂട്ട് കേസ് നഷ്ടപ്പെടുമെന്ന പേടിയും നിങ്ങൾക്ക് വേണ്ട. എന്തെന്നാൽ നിങ്ങളുടെ അടുത്തു നിന്നും സ്യൂട്ട് കേസ് മാറിയാൽ ഫോണിലുള്ള ആപ്ലിക്കേഷനിലെ പ്രത്യേക അലാം അത് അറിയിക്കും. മാറിപ്പോയ സ്യൂട്ട് കേസിനെ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്ത് പിടിക്കാം. വിലപിടിപ്പുള്ള ഡോക്യുമെന്റ്സ്, ലാപ്ടോപ്പ് തുടങ്ങിയവ സുരക്ഷിതമായി വെക്കാൻ പ്രത്യേക അറയും ഈ പെട്ടിക്കകത്തുണ്ട്. സ്യൂട്ട് കേസും ഒപ്പം മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളും ചാർജ് ചെയ്യാനുള്ള സംവിധാനവുമുണ്ട്. ഫാസ്റ്റ് ഫുഡിന്റെ പുതിയ കാലത്ത് മിക്കവരെയും അലട്ടുന്ന പ്രശ്നമാണ് കൊളസ്ട്രോൾ. കൊളസ്ട്രോളിനെ തുരത്താനുള്ള ഒരു ഉത്തമ ഔഷധം നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ തന്നെയുണ്ട്, വെണ്ടയ്ക്ക. രാവിലെ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് വെണ്ടയ്ക്ക വെള്ളം ഒരാഴ്ച തുടർച്ചയായി കഴിച്ചാൽ മതി, കൊളസ്ട്രോൾ പമ്പ കിടക്കും. ആരോഗ്യ സംബന്ധമായ പല പ്രശ്നങ്ങളുടെയും തുടക്കം കൊളസ്ട്രോളിലാണ്. ഇനി കൊളസ്ട്രോളിനെ പേടിക്കേണ്ട. കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ നമ്മുടെ വെണ്ടയ്ക്കൊക്കെ കഴിയും. വെണ്ടയ്ക്കയുടെ നിരവധി ആരോഗ്യ ഗുണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ വെണ്ടയ്ക്ക വെള്ളം ഉണ്ടാക്കി കഴിക്കുന്നതാണ് കൂടുതൽ ഫലപ്രദം. പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിന് 10 മിനിറ്റ് മുൻപ് ഈ പാനീയം കഴിക്കണം. ഒരാഴ്ച സ്ഥിരമായി കഴിച്ചാൽ തന്നെ ചീത്ത കൊളസ്ട്രോൾ ശരീരത്തിൽ നിന്നും ഇല്ലാതാകും. വെണ്ടയ്ക്ക വെള്ളം തയ്യാറാക്കാൻ 4 വെണ്ടയ്ക്കയും അല്പം ശുദ്ധമായ വെള്ളവും മാത്രമാണ് വേണ്ടത്. വളരെ എളുപ്പവുമാണ് തയ്യാറാക്കാൻ. വെണ്ടയ്ക്ക കഴുകി വൃത്തിയാക്കി അതിന്റെ 2 അറ്റവും മുറിച്ചു മാറ്റുക. ശേഷം ഇത് നെടുകെ പിളരുക. അതിനുശേഷം വെള്ളത്തിലിട്ട് വെക്കുക. ഒരു ദിവസം രാത്രി മുഴുവൻ വെള്ളത്തിലിട്ട് വെച്ചതിനു ശേഷം പിറ്റേ ദിവസം ഈ വെണ്ടയ്ക്ക മറ്റൊരു പാത്രത്തിലേക്ക് പിഴിഞ്ഞു മാറ്റുക. അല്പം വെള്ളം കൂടി ചേർത്താൽ മതി, പാനീയം റെഡി. കൊളസ്ട്രോൾ കുറയ്ക്കാൻ മാത്രമല്ല, പ്രമേഹത്തിനും ഈ പാനീയം ഉത്തമമാണ്. പ്രമേഹ രോഗികൾ ഒരാഴ്ച ഇത് സ്ഥിരമാക്കിയാൽ തന്നെ വ്യത്യാസം മനസ്സിലാകും. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് മുന്നിലാണ് ഈ പാനീയം.
പെട്ടെന്നുള്ള പനിയും ജലദോഷവും ഈ പാനീയം കഴിച്ചാൽ പിന്നെ വരില്ല എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. കിഡ്നി രോഗങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിനും വെണ്ടയ്ക്ക വെള്ളം സഹായിക്കുന്നു. ഭക്ഷണത്തിൽ നിന്നും ശരീരത്തിന് ലഭിക്കുന്ന ഗ്ലൂക്കോസിനെ കുറയ്ക്കാനും ആരോഗ്യപ്രദമായ രീതിയിൽ അതിന്റെ അളവ് ശരീരത്തിൽ നിലനിർത്താനും വെണ്ടയ്ക്ക വെള്ളത്തിന് കഴിയുന്നു. ആരോഗ്യ ഗുണങ്ങൾ നിറയെയുള്ള പാനീയമാണിതെന്ന കാര്യത്തിൽ ഒട്ടും സംശയം വേണ്ട. ന്യൂസ് ഡെസ്ക്.